രാമായണ മാസാചരണത്തിൻ്റെ 31-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ഭാരതഭൂമിയിൽ പിറക്കുക എന്നുള്ളത് ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഭാരതഭൂമിയിൽ ഭക്തിയോടുകൂടി മനുഷ്യനായി പിറക്കാൻ എന്തെങ്കിലും പുണ്യം ഞങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഹേ ഈശ്വര, ഞങ്ങൾക്കതിനുള്ള അനുവാദവും അനുഗ്രഹവും തരണേ എന്ന് ദേവന്മാർ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഭാരതഭൂമിയിൽ പിറന്ന നമുക്ക് ഭാരതത്തെ വൈദേശിക ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച നിരവധിയായിട്ടുള്ള മഹാന്മാരുടെ സ്മരണകൾ ഉണരുന്ന സ്വാതന്ത്ര്യദിനം കൂടിയാണ് ഇന്ന്. ഈ സ്വാതന്ത്ര്യദിനത്തിലാണ് നമ്മൾ എത്ര കണ്ട് സ്വതന്ത്രരാണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യം എത്ര വരെ എത്തിച്ചേരാം, അത് ധർമാധിഷ്ഠിതമായിരിക്കുന്ന സ്വാതന്ത്ര്യമായിരിക്കണം, സത്യത്തിൽ ചേർന്ന് നിൽക്കുന്ന സ്വാതന്ത്ര്യമായിരിക്കണം എന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിനം. ആ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് രാമായണ മകരന്തം ആരംഭിക്കുന്നത്. ഇവിടെ ഉത്തരകാണ്ഡത്തിലെ 8-ാമത്തെ സർഗം, അതാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. പ്രത്യേകിച്ചും ആ കാലൻ്റെ വരവ്, ലക്ഷ്മണൻ്റെ സ്വധാമഗമനം തുടങ്ങിയൊക്കെയാണ് ഈ രംഗത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഏകാദശസ്കന്ധത്തിൽ, ഭാഗവതത്തിലെ ഏകാദശസ്കന്ധത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ സാക്ഷാൽ ബലരാമസ്വാമിയുടെ, സംഘർഷണമൂർത്തിയുടെ സ്വധാമഗമനം കേൾക്കുന്ന നമ്മൾ തൊട്ടടുത്ത അധ്യായത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വധാമഗമനം കേൾക്കും. പിന്നീട് ഏകാദശം കഴിഞ്ഞ് ദ്വാദശസ്കന്ധത്തിൽ നമ്മൾ മറ്റു പല രംഗങ്ങളും കേൾക്കുന്നുണ്ട്. എന്നാൽ അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം 8-ാമത്തെ സർഗത്തിൽ സംഘർഷണമൂർത്തിയുടെ സ്വധാമഗമനം കഴിഞ്ഞാൽ അടുത്ത ആ സർഗത്തോടുകൂടി ഭഗവാൻ കൂടി, ആ ശ്രീരാമചന്ദ്രൻ കൂടി ഈ ലോകത്ത് നിന്ന് തൻ്റെ കപടമാനുഷവേഷം അഴിച്ചുവെച്ചു പോകുന്ന രംഗം കേട്ട് അധ്യാത്മരാമായണം നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ ഇന്ന് സർഗത്തിലെ ആ 8-ാമത്തെ സർഗം ആണ് അനുസ്മരിക്കുന്നത്. അതിനുശേഷം നാളെ നമുക്ക് ആ യജ്ഞസമർപ്പണത്തിൻ്റെ സമയത്ത് 9-ാമത്തെ സർഗം മഹാപ്രയാണം എന്നുള്ള രീതിയിൽ കേൾക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആദ്യം ശ്രീമദ് രാമായണീയം പാരായണം, അതിനുശേഷം പ്രഭാഷണം, പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. കല്യാണോല്ലാസസീമാ കലയതു കുശലം കാളമേഘാഭിരാമ കാജിൽ സാകേതധാമാ ഭവഗഹനഗതി ക്ലാന്തിഹാരി പ്രണാമ സൗന്ദര്യഹ്രീണകാമ ധൃതജനകസുതാ സാദരാപാംഗധാമ ദിക്ഷു പ്രഖ്യാതഭൂമാ ദിവിഷദഭിനുതാ ദേവതാ രാമനാമ. രാമാനിന്നാമങ്ങൾ ചൊല്ലുമ്പോഴെന്നുള്ളിൽ രാമാനിൻ ഗാനങ്ങൾ പാടുമ്പോഴെന്നുള്ളിൽ രാമാനിൻ ഗാനങ്ങൾ പാടുമ്പോഴെന്നുള്ളിൽ രാമാനിൻ നാമങ്ങൾ ചൊല്ലുമ്പോഴെന്നുള്ളിൽ കാമക്കറയതു മാറിയിടുന്നു. ശ്രീരാമനുള്ളിൽ ജനിക്കുന്നു, ശ്രീരാമനുള്ളിൽ നിറയുന്നു. രാമ രാമ രഘുകുലവീര രാമ രാമ ശ്രീരാമ രാമ രാമ രഘുകുലവീര രാമ രാമ ശ്രീരാമ. സാകേതം വാഴുന്ന രാമന്റെ ചരിതത്തെ സാഗൂതം കേൾക്കുവാൻ കഴിയുന്നതെൻ ഭാഗ്യം. സാകേതം വാഴുന്ന രാമന്റെ ചരിതത്തെ സാഗൂതം കേൾക്കുവാൻ കഴിയുന്നതെൻ ഭാഗ്യം. സീതാവല്ലഭനാകിയ ദേവൻ രാമനുള്ളിൽ മിന്നുന്നു, എൻ അജ്ഞതയൊക്കെ നശിക്കുന്നു. രാമ രാമ രഘുകുലവീര രാമ
രഘുകുലവീര രാമ രാമ ശ്രീരാമ. ദേവാദിദേവനെ ദശരഥപുത്രനായി ദേവകൾ മോഹിച്ചു ഭൂവിൽ പിറക്കുവാൻ. ദേവാദിദേവനെ ദശരഥപുത്രനായി ദേവകൾ മോഹിച്ചു ഭൂവിൽ പിറക്കുവാൻ. ദശമുഖരാവണ ഹന്താവാകിയ രാമനെയുള്ളിൽ ചേർക്കേണം. രാമായണമതു പാടേണം, ശ്രീ രാമായണമതു പാടേണം. രാമ രാമ രഘുകുലവീര രാമ രാമ ശ്രീരാമ. രാമ രാമ രഘുകുലവീര രാമ രാമ ശ്രീരാമ. കാർവർണ്ണൻ രാമന്റെ കാരുണ്യലീലകൾ, കാർവർണ്ണൻ രാമന്റെ കാരുണ്യലീലകൾ. സീതാഭിരാമന്റെ ശ്രീയേറും ലീലകൾ, സീതാഭിരാമന്റെ ശ്രീയേറും ലീലകൾ. കർക്കിടകത്തിൽ കണ്ണിനു കണിയായി കാതിനു മധുവായി തീരുന്നു ഞാൻ, എന്നെ തന്നെ മറക്കുന്നു. രാമ രാമ രഘുകുലവീര രാമ രാമ ശ്രീരാമ. രാമ രാമ രഘുകുലവീര രാമ രാമ ശ്രീരാമ. രാഗങ്ങളറിയാതെ താളത്തിൽ തെളിയാതെ, രാഗങ്ങളറിയാതെ താളത്തിൽ തെളിയാതെ, വ്യാകരണം അറിയാതെ അർത്ഥങ്ങൾ തിരിയാതെ പാടി ഞങ്ങൾ പരമപവിത്രം രാമായണമതു സാമോദം. ശ്രീരാമ നീയും കാക്കേണേ. രാമ രാമ രഘുകുലവീര രാമ രാമ ശ്രീരാമ. എല്ലാമേ ശ്രീരാമൻ, എല്ലാത്തിലും രാമൻ, എന്നുള്ളിൽ ശ്രീരാമൻ, ഞാൻ തന്നെ ശ്രീരാമൻ. എല്ലാമേ ശ്രീരാമൻ, എല്ലാത്തിലും രാമൻ, എന്നുള്ളിൽ ശ്രീരാമൻ, ഞാൻ തന്നെ ശ്രീരാമൻ എന്നൊരു ചിന്തയുണർന്നിടാനായി പാടുക നിങ്ങൾ ആമോദം. ശ്രീരാമൻ തൻ നാമങ്ങൾ എന്നൊരു ചിന്തയുണർന്നിടാനായി പാടുക നിങ്ങൾ ആമോദം. ആ ശ്രീരാമൻ തൻ നാമങ്ങൾ. രാമ രാമ രഘുകുലവീര രാമ രാമ ശ്രീരാമ. രാമ 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 ശ്രീരാമ. ജാനകീകാന്തസ്മരണം. ജയ് ജയ് രാമ രാമ. കേകയാധീശനായ മാതുലൻ ആവശ്യപ്പെട്ടതിനാലേ കൈകേയി പുത്രൻ ഭരതനോ തൻ്റെ മാതുലൻ്റെ അടുത്തെത്തി. കേകയത്തിനെ ആക്രമിച്ചതാം 3 കോടി ഗന്ധർവരെ കാലൻ തന്നോടെ കാലിലേക്കായി എത്തിച്ചല്ലോ ഭരതനും. 2 ദിവ്യമാം നഗരങ്ങൾ തീർത്തു രാമസോദരൻ ഭരതനും. 2 പുത്രന്മാർക്കേകിനാൻ രാജ്യം പുഷ്കരനുമാതക്ഷനും. പുഷ്കരാവതി തക്ഷശീല എന്നുള്ളതാം 2 രാജ്യങ്ങൾ. പുഷ്കര നേത്രൻ
ചാരത്തെത്തിനാൻ വൈകാതെ. രാമ രാഘവ രാക്ഷസാന്തക രാമ രാഘവ പാഹി മാം. രാമ രാഘവ ജാനകീപദേ രാമ രാഘവ രക്ഷ മാം. രാമ രാഘവ രക്ഷ മാം. ലക്ഷ്മണനോടു രാമനും ചൊല്ലി പുത്രന്മാരൊത്തു പോകുക. ലക്ഷ്യം ഭില്ലരെ ഇല്ലാതാക്കുക എന്നതാണെന്നും ചൊല്ലിനാൻ. പശ്ചിമ ദിക്കിലേക്കു പോയല്ലോ ലക്ഷ്മണൻ സൈന്യവുമൊത്ത്. പിന്തുടർന്നല്ലോ പുത്രന്മാരായ അംഗദൻ ചിത്രകേതുവും. ശത്രുക്കളെയും ഇല്ലാതാക്കിന പുത്രന്മാർക്കേകി രാജ്യവും. ശാശ്വത സത്യമായ രാമന്റെ ചാരത്തെത്തിനാൻ ലക്ഷ്മണൻ. കാർമുകിൽ വർണ്ണദർശനത്തിനായി വന്നെത്തിയൊരു താപസി. കാലനാണു താൻ എന്ന കാര്യത്തെ ഗോപ്യമായിട്ടു വച്ചല്ലോ. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷ മാം. രാമ രാഘവ രാമ രാഘവ രാക്ഷസാന്തക പാഹി മാം. മാമുനി ശ്രേഷ്ഠൻ എത്തിയ കാര്യം കേട്ടു രാജാവാം രാമനോ. മഹനീയമായി സ്വീകരിച്ചല്ലോ തൻ്റെ ചാരത്തു വന്നപ്പോൾ. മാമുനെ എന്തു ചെയ്തിടേണം ഞാൻ, താവകദാസൻ താൻ ഞാനും. മൗനം ഭഞ്ജിക്കു ചൊല്ലുക ഇപ്പോൾ എന്തും നൽകിടാം നിശ്ചയം എന്നതു കേട്ടു. നാം തമ്മിലുള്ള സംസാരം കേൾക്കരുതാരും. ഏകാന്തത്തിലായി ചൊല്ലിടാം ഞാനും വേണ്ട നിർദ്ദേശം നൽകുക. എങ്കിൽ ലക്ഷ്മണ സംസാരത്തിനിടയിലാരുമേ വന്നിടാം. എന്നാലാരു വരുന്നുവെങ്കിലും കൊന്നിടും ഞാനും നിശ്ചയം. രാമ രാഘവ രാക്ഷസാന്തക രാമ രാഘവ പാഹി മാം. രാമ രാഘവ ജാനകീപദേ രാമ രാഘവ രക്ഷ മാം. പിന്നെ മാമുനി ചൊല്ലി ഞാൻ തവ പുത്രനാകും യമധർമ്മൻ. കൽപ്പജോദ്ഭവനായ നാൻമുഖൻ തൻ്റെ ദൂതനായി വന്നു ഞാൻ. പണ്ടു ലോകത്തിൽ ധർമ്മം സ്ഥാപിക്കാൻ രാമനായി പിറന്നു നീ. പാപനാശക വൈകുണ്ഠം പൂകാൻ നേരമായെന്നു ഓർക്കുക. ബ്രഹ്മവാണികൾ ധർമ്മദേവന്റെ വാക്കുകളായി കേട്ടപ്പോ. ബ്രഹ്മമായുള്ള രാമചന്ദ്രനും പുഞ്ചിരി തൂകി ചൊല്ലിനാൻ. അവതാരോദ്ദേശം പൂർത്തിയായല്ലോ, വൈകാതെ തന്നെ ഞാനുമെൻ അത്ഭുത വേഷം ഊരിവെച്ചിട്ടു വൈകുണ്ഠം പൂകും നിശ്ചയം. രാമ രാഘവ രാക്ഷസാന്തക രാമ രാഘവ രക്ഷ മാം. രാമ രാഘവ ജാനകീപദേ രാമ രാഘവ രക്ഷ മാം. ഏട്ടൻ തന്നുടെ വാക്കുകൾ കേട്ടു
ലക്ഷ്മണൻ കാവൽ നിൽക്കവേ. എവിടെ നിന്നോ വന്നല്ലോ മാമുനി ക്രോധശാലി ദുർവാസസ്സും. എന്തു വേണമെന്നോതി ലക്ഷ്മണൻ എത്രയും ബഹുമാനത്താൽ. എങ്കിലും മുനി രാമനെ തന്നെ കാണണമെന്നു ചൊല്ലിനാൻ. രാമനെ കാണാൻ സാധിച്ചിടാകിൽ ഇല്ലാതാക്കിടുമീ കുലം. രാമസോദരൻ ചിന്തയിലാണ്ടു കുലനാശം ഇല്ലാതായിടാ. രാമന്റെ ചാരത്തെത്തി ചൊല്ലിനാൻ മാമുനി വന്നു നിൽക്കുന്നു. രാമനെത്തി മുനിയെ വന്ദിച്ചു ഭോജ്യങ്ങളേകി വേണ്ട പോ. രാമരാഘവ രാക്ഷസാന്തക രാമരാഘവ പാഹി മാം. രാമരാഘവ ജാനകീപതേ രാമരാഘവ രക്ഷ മാം. മാമുനി പോയി വൈകിടാതെ തൻ മാമുനി വേഷധാരിയും മ്ലാനമായ മുഖവുമായി രാമൻ വല്ലാതെ കുഴങ്ങിടുമ്പോൾ. രാമസഹോദര ആശങ്ക വേണ്ട, തവ വാക്യം സത്യമാക്കുവാൻ മടിയൊട്ടുമില്ല എൻ്റെ സോദര. എന്നെ നിഗ്രഹം ചെയ്യുക. സഭയുടെ മധ്യേ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു ശ്രീരാമൻ. സർവരും എന്തു ചെയ്യുമെന്നോർത്തു മൗനം പാലിച്ചു അത്ഭുതം. സത്വരം ഗുരുവാം വസിഷ്ഠനും രാമനോടോതി ഹേ രാജൻ. സത്യം പാലിക്കാൻ ലക്ഷ്മണനെ ത്യജിക്കുക ഇപ്പോൾ വൈകാതെ. രാമപാദത്തിൽ വീണു കുമ്പിട്ടു ലക്ഷ്മണൻ മെല്ലെ യാത്രയാ. രാമരൂപത്തെ ഹൃത്തിലും ചേർത്തു സരയുതീരത്തണഞ്ഞല്ലോ. പ്രാണവായു നിരോധിച്ചു പിന്നെ പരമധാമത്തെ ധ്യാനിച്ചു. പ്രണവരൂപനാം രാമസോദരൻ സ്വർഗത്തിലെത്തിച്ചേർന്നല്ലോ. രാമരാഘവ ലക്ഷ്മണാഗ്രജ രാമരാഘവ പാഹി മാം. രാമരാഘവ ലക്ഷ്മണ പ്രിയ രാമരാഘവ പാഹി മാം. ലക്ഷ്മണ പ്രിയ പാഹി മാം. ഹരേ രാമ പാഹി മാം. രാമപാദം ഭജിക്കുമാറാകണം. രാമരൂപം സ്മരിക്കുമാറാകണം. രാമസംഗീതം പാടുമാറാകണം. രാമനിൻ ഹൃത്തിൽ ചേരുമാറാകണം. രാമകഥാമൃത സാഗരത്തിൽ മുങ്ങിക്കൊണ്ട് രാമായണ മകരന്തം എന്നുള്ള രീതിയിൽ ഈ രാമായണ മാസത്തിൽ രാമകഥകൾ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഉത്തരകാണ്ഡത്തിലെ 8ാമത്തെ സർഗമാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. യമധർമ്മൻ ധർമ്മത്തിൻ്റെ ആ യോഗീസ്വരൂപമായി മാറിയിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്തേക്ക് എത്തുന്നതായിട്ടുള്ള രംഗമാണ് നമ്മൾ ഉത്തരകാണ്ഡത്തിൽ ഈ 8ാമത്തെ സർഗത്തിൽ കാണുന്നത്.
മഹാദേവൻ പാർവതീദേവിക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ സൂചിപ്പിച്ചു, അധകാലേ ഗതേ കസ്മിൻ ഭരതോ ഭീമവിക്രമ. കാലം കുറെ കഴിഞ്ഞപ്പോൾ ഭരതൻ ഒരിക്കൽ തൻ്റെ അമ്മാമനായിരിക്കുന്ന യുധാജിത്ത്, കേകയത്തിൻ്റെ രാജാവ്, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സേനാസമേതം കേകയ രാജ്യത്തെത്തി. അവിടെ രാമൻ്റെ ആജ്ഞപ്രകാരം ആണ് ഭരതൻ അവിടേക്ക് ചെന്നത്. അവിടെയുള്ള നിരവധിയായിരിക്കുന്ന തിസ്രകോടി ഗന്ധർവ നായകൻ, 3 കോടി ഗന്ധർവന്മാരെ വധിച്ച് 2 നഗരികൾ സ്ഥാപിച്ചു എന്നാണ്. പുഷ്കരാവതി, തക്ഷശില എന്നിങ്ങനെ 2 നഗരികൾ. ഈ 2 നഗരികളുടെയും 2 രാജ്യങ്ങളുടെയും ഭരണാധികാരം തൻ്റെ മക്കളായിരിക്കുന്ന പുഷ്കരനെയും തക്ഷനെയും ഏൽപ്പിച്ച് ഭരതൻ തിരിച്ചു വന്ന് രാമസേവയിൽ മുഴുകി എന്ന് പറയുന്നു. മറ്റൊരിക്കൽ ആ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണനെ അടുത്തേക്ക് വിളിച്ചു. ലക്ഷ്മണനോട് പറഞ്ഞു, സൗമിത്രേ, സുമിത്രാതനയ, അതെ, നീയ ഉഭൗ കുമാരകൗ ഗൃഹീത്വ, 2 മക്കളുണ്ടല്ലോ നിനക്ക്, അവർ 2 പേരെയും, അംഗദനും ചിത്രകേതുവും 2 പേരെയും കൂട്ടി പടിഞ്ഞാറ് സ്ഥലത്തേക്ക് പോകണം. അവർ മഹാവീരന്മാരാണ്. അവിടെ സകലർക്കും ദ്രോഹത്തെ നൽകുന്ന ദുഷ്ടരായിരിക്കുന്ന ഭില്ലാൻ വിനിർജിത്യ, ഭില്ലന്മാര് അല്ലെങ്കിൽ ഭില്ലര്, അവരെ ഇല്ലാതെയാക്കണം. അത് കഴിഞ്ഞ് ആ 2 നഗരങ്ങൾ അവിടെ ഉണ്ടാവും, അത് 2 കുട്ടികൾക്കായിട്ട് കൊടുക്കുക. അവരെ അഭിഷേകം ചെയ്ത് എൻ്റെ അടുത്തേക്ക് തന്നെ പോന്നോളൂ എന്ന് ലക്ഷ്മണന് നിർദ്ദേശം കൊടുത്തു. ലക്ഷ്മണനും ഇതുപോലെ തന്നെ അവിടെ ചെന്നു. ആ 2 നഗരങ്ങളുടെയും അധിപതികളായിട്ട് തൻ്റെ കുമാരന്മാരെ നിശ്ചയിച്ചു. അവിടെയുള്ള ആളുകളെ മുഴുവൻ അമർച്ച ചെയ്തു, ദുഷ്ടന്മാരെ മുഴുവൻ അമർച്ച ചെയ്തു. അതിനുശേഷം അങ്ങനെ കുറേ കാലം വീണ്ടും കഴിയണു. യഥാ ധർമ്മപഥേ സ്ഥിതം ഹരിം രാമം ദ്രഷ്ടും. അങ്ങനെ ധർമ്മമാർഗത്തിൽ കഴിയുന്ന ആ രാമനെ കാണാൻ വേണ്ടി ഒരിക്കൽ യമധർമ്മ മഹാരാജാവ് അവിടേക്ക് വന്നു. എന്നാൽ സാധാരണ രീതിയിലുള്ള വേഷവിധാനങ്ങളോട് കൂടിയിട്ടല്ല യമൻ അവിടേക്ക് വന്നത്. യമൻ വന്നത് ഒരു മുനിയുടെ വേഷത്തിലാണ്. കാരണം രാമൻ മാത്രമേ തൻ്റെ വരവ് അറിയാൻ പാടുള്ളൂ, മറ്റാരും അറിയാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് മുനിയുടെ വേഷം കെട്ടി അവിടേക്ക് ചെന്നു. ലക്ഷ്മണനോട് പറഞ്ഞു, ഞാൻ ഇവിടെ ആ രാമനെ അറിയിക്കൂ. അതിബലൻ എന്ന ഋഷിയുടെ ദൂതനാണ് ഞാൻ. അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വിവരം അറിയിക്കാണ്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് ഞാൻ ദർശനത്തിന് വന്നിരിക്കണു എന്ന് അവിടെ പോയി പറയൂ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ചു. വേഗം തന്നെ അവിടെ ചെന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്ത് വിവരം പറയണു. ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, വളരെ വേഗം അദ്ദേഹത്തെ കൊണ്ടുവരൂ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ മുനിയെ ഇങ്ങനെ കൊണ്ടുവരണു. ലക്ഷ്മണൻ അവിടുന്ന് ആ തപസ്വിയെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. ഏതുപോലെ എന്നാ പറയണത്, ആ നെയ്യ് നിറഞ്ഞിരിക്കുന്ന ഹോമാഗ്നി എങ്ങനെയാണോ ജ്വലിക്കുക, അതേപോലെ സ്വതേജസ ജ്വലന്തം തം താപസം പ്രാവേശയത, ആ തപസ്വിയെ കൂട്ടിക്കൊണ്ടുവന്നു എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ രാമനോട് പറഞ്ഞു, അങ്ങയ്ക്ക് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ. രാമൻ ആ മുനിയെ വേണ്ടതുപോലെ അർഘ്യപാദ്യാദികളോടുകൂടി പൂജിച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലങ്ങൾ ചോദിച്ചു. രാമൻ ചോദിച്ചു, അങ്ങ് ഇങ്ങ് വന്നതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അങ്ങ് മഹാനായിരിക്കുന്ന അതിബലൻ എന്ന മുനിയുടെ ശിഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലാവണത്. അതുകൊണ്ട് എന്താ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ മുനി പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കാര്യം നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. 3ാമതൊരാളുടെ ചെവിയിലേക്ക് ഇത് എത്തരുത്. ലക്ഷ്മണന് കാര്യം മനസ്സിലായി. ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ അന്യൻ ഇത് കേൾക്കരുത്, ആരോടും പറയരുത്. ആരെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്താൽ അവനെ അങ്ങ് തന്നെ ഇല്ലാതെയാക്കണം. ഇതാണ് എൻ്റെ വാക്ക്. ലക്ഷ്മണന് കാര്യം മനസ്സിലായി. രാമനെ ഒന്നിങ്ങനെ നോക്കി. രാമൻ പറഞ്ഞു, എങ്കിൽ ലക്ഷ്മണ, നീ പോയി വാതിക്ക നിൽക്കുക. ഈ രഹസ്യ സ്ഥലത്തേക്ക് യാതൊരാളും ഇങ്ങോട്ട് കടക്കാൻ പാടില്ല. അത് എൻ്റെ ഉത്തരവാണ്. ഇനി ആരെങ്കിലും വന്നു പോയാൽ, ഇപ്പം മുനി പറഞ്ഞതുപോലെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ ഞാൻ നിശ്ചയമായും നിഗ്രഹിക്കും. എന്നിട്ട് ചോദിച്ചു, രാമൻ ചോദിച്ചു, അല്ലയോ, അങ്ങയെ അതിബലൻ എന്ന ആ മുനിയാണ് അവിടുന്ന് ഇങ്ങോട്ട് അയച്ചതെന്ന് പറയുന്നു. എന്താണ് അങ്ങയുടെ ആഗ്രഹം? അത് വ്യക്തമായി പറയൂ, സമഗ്രമായിട്ട് എന്നോട് പറഞ്ഞോളൂ, ഞാൻ അതൊക്കെ വേണ്ടതുപോലെ ആക്കിത്തരാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈശ പ്രഭോ ബ്രഹ്മണ കാര്യാർത്ഥം. ഈശ്വരനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര, ജഗതീശ്വര, പ്രഭോ, ഞാൻ ബ്രഹ്മാവിൻ്റെ ദൂതനായിട്ടാണ് വന്നേക്കുന്നത്.
ബ്രഹ്മാവ് ഒരു കാര്യത്തിനായി അങ്ങയുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വെച്ചേക്കണു. സത്യത്തിൽ ഞാൻ ആരാണ്? അഹം തവ പുത്ര, ഞാൻ അങ്ങയുടെ പുത്രനാണ്. അപ്പോൾ മായാസംഗമത്താൽ അങ്ങയ്ക്ക് ഉളവായ ഞാൻ സർവസംഹാരകനായിരിക്കുന്ന കാലനാണ്, യമധർമ്മനാണ്, അങ്ങയുടെ പുത്രനാണ്. സകല ദേവർഷിമാരിലും പൂജിക്കപ്പെടുന്ന ബ്രഹ്മാവ് ഒരു സന്ദേശം അങ്ങയുടെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ടാണ് ഞാൻ വന്നേക്കണത്. എന്താ പറയണത്? സ്വർഗലോകം രക്ഷിക്കേണ്ട സമയമായി. പണ്ട് മായ കൊണ്ട് ലോകങ്ങളെയെല്ലാം സംഹരിച്ച അവിടുന്ന് നിത്യനായി ഏകനായി ഇന്ന് നിലനിൽക്കുന്നു. പത്നിയായ മായയോടുകൂടി വന്ന് അവിടുന്ന് ആദ്യം പുത്രനായ എനിക്ക് ജന്മം നൽകി. ബ്രഹ്മാവ് പറയുന്ന വാക്കുകളാണ്. അതുപോലെ ആ അനന്തനാഗത്തെ, ജലവാസിയായിരിക്കുന്ന അനന്തനാഗത്തെ അങ്ങ് സൃഷ്ടിച്ചു. മായ കൊണ്ട് ഞങ്ങളെ ജനിപ്പിച്ചതിന് ശേഷം നീ 2 ദൈത്യരെ, മധുകൈടഭന്മാരെ വധിച്ചു. അതേപോലെ തന്നെ മേധസ്സും അസ്ഥിക്കൂട്ടവുമാകുന്ന പർവ്വതങ്ങളുള്ള ഈ ഭൂമിയെ സൃഷ്ടിച്ചു. അവിടുത്തെ നാഭിയിലെ ആ താമരയിൽ നിന്ന്, ആ സ്വർണത്താമരയിൽ നിന്നല്ലേ എനിക്ക് ജന്മമുണ്ടായത്. എന്നെ പ്രജാപതിയായ സൃഷ്ടികർമ്മങ്ങളുടെ അധിപതിയായിട്ട് നിശ്ചയിക്കുകയും ചെയ്തു. ലോകത്തിൻ്റെ ഭാരമേറ്റ ഞാൻ അവിടുത്തെ പാദങ്ങളിൽ വീണ് മനസ്സുകൊണ്ട് നമസ്കരിച്ച് ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പ്രജകളെ നശിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് അവിടുത്തെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് അന്ന് ആ അതിഥിയുടെയും കശ്യപൻ്റെയും പുത്രനായി വാമനനായിട്ട് അവതരിച്ചു. രാക്ഷസവംശത്തെ നശിപ്പിച്ച് ഭൂഭാരം നീക്കി സകല ജനസമൂഹവും പീഡിക്കപ്പെടുന്നത് കണ്ടപ്പോഴാണ് രാവണനെ വധിക്കാനുറച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് രാമനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയെ സാർത്ഥകമാക്കിക്കൊണ്ട് അവിടുന്ന് വേണ്ട പോലെ ഈ രാമാവതാരവും ഭംഗിയാക്കി. ആത്മന വാസസ്യ സമയം ദശവർഷസഹസ്രാണി ദശവർഷശതാനിച്ച എന്ന് വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഭൂമിയിലുള്ള വാസസമയം എന്ന് പറയുന്നത് ദശവർഷസഹസ്രാണി. അപ്പോൾ എത്രയും 10,000. ദശവർഷശതാനിച്ച പിന്നെ 1,000. അപ്പോൾ 11,000 വർഷങ്ങൾ. അതാണ് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത്. മനുഷ്യരുടെ മധ്യത്തിൽ അവിടുത്തെ ആയുസ് പൂർണ്ണമായി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തേക്ക് സത്യത്തിൽ ആയുസ്സൊന്നുമില്ല എങ്കിലും ഈ കപടമാനുഷ വേഷം കെട്ടിയാടുന്ന അവിടുത്തെ ആയുസ് പൂർത്തിയായതായി ഞാൻ മനസ്സിലാക്കുന്നു. രാവണവധം, അങ്ങയുടെ ഈ അവതാരത്തിൻ്റെ പ്രധാന ഉദ്ദേശമായിരിക്കുന്ന രാക്ഷസ നിഗ്രഹം, രാവണ നിഗ്രഹം, അതും പൂർത്തിയായി. കാലനാണ് ഇപ്പോൾ താപസവേഷത്തിൽ വന്നിരിക്കുന്നത്. ഇനിയും തുടർന്ന് രാജ്യം ഭരിക്കാനാണ് അവിടുത്തേക്ക് വിചാരമെങ്കിൽ അത് നടക്കട്ടെ. തേ ഭദ്രം, അവിടുത്തേക്ക് മംഗളം, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം അവിടുന്നാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദേവലോകത്തേക്ക് മടങ്ങാനാണ് അവിടുത്തെ തീരുമാനമെങ്കിൽ ദേവന്മാര് സന്തോഷത്തോടുകൂടി അവിടുത്തെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്നു. ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം ധർമ്മദേവന് ആദ്യം മനസ്സിലായില്ല. ഇപ്പൊ പറഞ്ഞു, അങ്ങ് വന്നത് വളരെ നന്നായി. 3 ലോകങ്ങളുടെയും ക്ഷേമത്തിനായിട്ടാണ് ഞാൻ അവതരിച്ചത്. അവിടുത്തേക്ക് മംഗളം ഭവിക്കട്ടെ. അപ്പോൾ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകും. എൻ്റെ മനോരഥം പൂർത്തിയായി കഴിഞ്ഞു. ഇനി വിചാരിക്കാൻ ഒന്നുമില്ല, അല്ലെങ്കിൽ നടപ്പാക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞതുപോലെ എൻ്റെ സേവകന്മാരായ ദേവന്മാരുടെ സകല കാര്യങ്ങളിലും മായയെ ആശ്രയിച്ച് ഞാൻ ഒപ്പം നിൽക്കേണ്ടവനാണ്. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണു? ഞാൻ തിരിച്ച് വരാം. അധികം വൈകാതെ തിരിച്ചു വരുന്നതാണ്. ഈ സമയത്ത് അയോധ്യാപുരിയിൽ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു എന്നാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദുർവാസസ് മഹർഷി, നമ്മൾ കേട്ടിട്ടുണ്ട്, മഹാക്രോധശാലിയാണ് ഈ ദുർവാസസ്. ആ ദുർവാസസ് വന്നു രാമനെ സന്ദർശിക്കാനായിട്ട് രാജദ്വാരത്തിൽ വന്നു. ലക്ഷ്മണനെ കണ്ടു. ഉടനടി ശീഘ്രം രാമം തേ മേ ദർശയ മേ അത്യന്തം കാര്യമാഹിതം, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നേക്കാണ്. രാമനെ എനിക്ക് ഉടനെ കാണണം. ലക്ഷ്മണൻ ചോദിച്ചു. അവിടെ ഇങ്ങനെ ക്രോധത്തോടു കൂടിയാണ് അല്ലേ. ദുർവാസസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങനെയാണ് തോന്നുക. അപ്പോൾ രാമനെ കൊണ്ട് അങ്ങക്ക് എന്താണാവോ ഇപ്പം ആവശ്യമുള്ളത്, അങ്ങക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു. മുനി ലക്ഷ്മണൻ്റെ അടുത്ത് അലറിയെന്നാ പറയണത്. അസ്മിൻ ക്ഷണേതു സൗമിത്രേ ന ദർശയസി ചേത് വിഭും രാമം സ വിഷയം വംശം ഭസ്മീകുര്യാം എന്ന സംശയ. ഞാൻ
രാമനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്, നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ല വന്നത്. ആ ശ്രീരാമനെ കാണിക്കാത്ത പക്ഷം നാടോടൊപ്പം നിന്റെ കുലം തന്നെ ഞാൻ ഇല്ലാതെയാക്കും, ചാമ്പലാക്കും. ദുർവാസസിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മണന് മനസ്സിലായി ദുർവാസസ് പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യണ ആളാണ് എന്നുള്ളത്. അതുകൊണ്ട് ദുർവാസസ് മഹർഷിയുടെ ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ താൻ നശിച്ചാലും കുഴപ്പമില്ല. രാമൻ എന്താ പറഞ്ഞേക്കണത്? ഈ രഹസ്യ സംഭാഷണത്തിനിടയിൽ ആരെങ്കിലും അകത്തേക്ക് വന്നാൽ അവരെ നിഗ്രഹിക്കുന്നതാണ്. ഏകസ്യ കാരണാൽ സർവനാശാൽ മേ നാശ ആദ്യവരം ഏവം നിശ്ചിത്യ ലക്ഷ്മണ തത ഗത്വ രാമായ പ്രാഹ. അപ്പോൾ ദുർവാസസിന്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്ന അദ്ദേഹം ആലോചിച്ചു, ഒരാൾ മൂലം സകലരും നശിക്കുന്നതിനേക്കാൾ നല്ലത് പലർക്കു വേണ്ടി, സകലർക്കും വേണ്ടി ഒരാൾ നശിക്കുന്നതാണ്. എൻ്റെ നാശമാണ് ഇപ്പോൾ കാര്യം, അതാണ് ഇപ്പോൾ നടപ്പാവേണ്ടത്. അത് രാമൻ്റെ സങ്കല്പാവും. അതുകൊണ്ട് രാമനെ പോയി അറിയിക്കുക എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് പറഞ്ഞു. രാമൻ വളരെ പെട്ടെന്ന് ആ മുനിയെ, യമധർമ്മനാകുന്ന മുനിയെ അവിടുന്ന് യാത്രയാക്കി വേഗം പുറത്തു വന്ന് അത്രിപുത്രനായിരിക്കുന്ന ദുർവാസസിൻ്റെ അടുത്തേക്ക് വന്നു. അത്രി മഹർഷിക്ക് 3 പുത്രന്മാരാണ് ഉണ്ടായത്. നമ്മളത് കേട്ടിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്ന് സാക്ഷാൽ ദത്താത്രേയൻ, ബ്രഹ്മാവിൻ്റെ അംശത്തിൽ നിന്ന് സോമൻ, രുദ്രൻ്റെ അംശത്തിൽ നിന്ന് ഈ ദുർവാസസ്. ഏതായാലും രാമൻ മുനിയെ നല്ലപോലെ സാഷ്ടാംഗം ആദരവോടുകൂടി നമസ്കരിച്ചു. ചോദിച്ചു, അങ്ങക്ക് എന്താണ് ആവശ്യം? ഞാനത് എന്തായാലും നിറവേറ്റിത്തരാം എന്ന് പറഞ്ഞപ്പോൾ ദുർവാസസ് പറഞ്ഞു, എൻ്റെ 1000 വർഷമായിട്ടുള്ള ഉപവാസം ഇന്ന് സമാപിക്കുകയാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കണു അങ്ങയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കണം, അതോടുകൂടി ആ പാരണ വീടുക, ഈ ഉപവാസം നിർത്തണം എന്നാണ് വിചാരിക്കണത്. രാമൻ പറഞ്ഞു, അതിനെന്താ വിരോധം, വേഗം വന്നോളൂ എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വേണ്ടതുപോലെ യഥാവൽ സിദ്ധം മന്നം മുനിയെ സമുപാഹരൽ, മുനിക്ക് വേണ്ട പോലെയുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. അതൊക്കെ ഭക്ഷിച്ച് സന്തോഷത്തോടുകൂടി ദുർവാസസ് അവിടുന്ന് യാത്രയാവുകയും ചെയ്തു. കാലൻ പറഞ്ഞത് ഇങ്ങനെ ഓർത്തു ശ്രീരാമചന്ദ്രസ്വാമി, എന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടത്? ലക്ഷ്മണനെ നിഗ്രഹിക്കേണ്ടി വരും. ശോകദുഃഖാർത്ത വിമനാഹ അതിവിഹ്വലഹ ച. ശോകം കൊണ്ട് ആ പീഡിതനായ അദ്ദേഹം ഉത്സാഹമില്ലാതെയായി, വ്യാകുലനായി. ലക്ഷ്മണന് മനസ്സിലായി ഇവിടെ ആ വളരെ ദുഃഖത്തോടുകൂടി ഏട്ടൻ ഇങ്ങനെ ഇരിക്കണ കണ്ടപ്പോൾ അഭിഭാഷിതുന്ന ശശാക, ഒന്നും മിണ്ടാൻ പോലും പറ്റണില്ല. ലക്ഷ്മണനെ താൻ നിഗ്രഹിക്കേണ്ടി വരുമോ? തലകുനിച്ചു മിണ്ടാതിരുന്നു എല്ലാം അറിയുന്ന ആ അഖില നായകനായിരിക്കുന്ന ഭഗവാൻ. അങ്ങനെ രാമനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ അടുത്തു വന്ന് പറഞ്ഞു, രഘുനന്ദന മൽകൃതേ സന്താപം ത്യജ മാം ജഹി. എന്നെ ചൊല്ലിയുള്ള ഈ ദുഃഖമുണ്ടല്ലോ അത് ഉപേക്ഷിച്ചോളൂ. എന്നെ കൊല്ലുന്നതിൽ ഒരു വിരോധമില്ല. ഞാൻ തെറ്റു ചെയ്തു, അങ്ങ് പറഞ്ഞത് കേൾക്കാൻ എനിക്ക് സാധിച്ചില്ല, അതുകൊണ്ട് എന്നെ കൊന്നോളൂ. എന്നിൽ പ്രീതിയുണ്ടെങ്കിൽ, അവിടുത്തെ അനുഗ്രഹത്തിന് ഞാൻ പാത്രീഭൂതനാണ് എങ്കിൽ യാതൊരു വിഷമവും വേണ്ട, എന്നെ മടി കൂടാതെ എന്നെ വധിച്ചോളൂ. കാരണം ധർമ്മം അവിടുന്ന് കൈവിടരുത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് നാളെയും ആചന്ദ്രതാരം ഈ ലോകം നിലനിൽക്കുന്ന കാലം മുഴുവൻ ലോകം മുഴുവൻ പറയണം. അതിനു വേണ്ടിയിട്ടാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാമൻ സകല മന്ത്രിമാരെയും വിളിച്ചു. താൻ സ്വയം തീരുമാനം എടുക്കുകയല്ല വേണ്ടത്. അതിനുശേഷം വസിഷ്ഠൻ മഹർഷി, ആ കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠനെ വിളിച്ചു. മുനേ ആഗമനം യൽ കാലസ്യ ഭാഷിതമപി ആത്മന പ്രതിജ്ഞാം ച ഏവ. മുനിയുടെ വരവ്, കാലൻ്റെ ആ വാക്കുകൾ, തൻ്റെ പ്രതിജ്ഞ, ഇതൊക്കെ അദ്ദേഹം ആ മന്ത്രിമാർക്കും കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠനും വിവരിച്ചു കൊടുത്തു. രാമൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ മന്ത്രിമാരൊക്കെ എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാതെയായി. ലക്ഷ്മണകുമാരനെ, യുവരാജാവിനെ നിഗ്രഹിക്കണം എന്നാണ് രാമൻ്റെ പ്രതിജ്ഞ. എന്താ പറയേണ്ടത് നിശ്ചയില്ല. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഭൂഭാരഹാരിണ തവ ലക്ഷ്മണേന വിയോഗ പൂർവം ഏവ നിർദ്ദിഷ്ട. ഇവിടെ ഭൂഭാരമില്ലാതെയാക്കാൻ പിറന്ന അവിടുത്തേക്ക് ലക്ഷ്മണനുമായുള്ള വിയോഗം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ജ്ഞാനദൃഷ്ടി കൊണ്ട് ആ വേർപാട് മുൻകൂട്ടി കണ്ടിരുന്നു താനും. അതുകൊണ്ട് രാമ, ലക്ഷ്മണനെ ത്യജിച്ചോളൂ. പ്രതിജ്ഞ ലംഘിക്കാൻ പാടില്ല. പ്രതിജ്ഞ കൈവിട്ടാൽ ധർമ്മം നിഷ്ഫലമായിട്ട് തീരും. രാമൻ അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ വധിക്കുക എന്നുള്ളത് ത്യജിക്കുക എന്നുള്ളതാവാമെന്നാണ്. ധർമ്മം നശിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനും നശിക്കും.
നീ സകല ലോകത്തിൻ്റെയും രക്ഷകനല്ലേ രഘൂത്തമ. രഘൂത്തമാത്വം തു സർവസ്യ പാലകഃ അസി. ലക്ഷ്മണനെ കൈവിട്ട് ത്രിഭുവനം സംരക്ഷിക്കുകയാണ് വേണ്ടത്. സീതയെ കൈവിട്ട് രാജ്യത്തെ രക്ഷിച്ച ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ പ്രിയപ്പെട്ട സോദരനെ, രാമലക്ഷ്മണൻ എന്നല്ലാതെ പറയാൻ സാധിക്കില്ല, സീതാരാമൻ എന്നല്ലാതെ പറയാൻ സാധിക്കില്ല, അങ്ങനെയുള്ള ആ ലക്ഷ്മണനെ ത്യജിക്കാനായിട്ട് തീർച്ചപ്പെടുത്തി. സൗമിത്രിയുടെ അടുത്ത് ആജ്ഞാപിച്ചു എന്നാണ്. പിന്നെ ലക്ഷ്മണ, നിനക്ക് ഇഷ്ടം പോലെ പോവാം, ധർമ്മത്തെ പറ്റി ലോകത്തിനൊരു സംശയം ഉണ്ടാവാൻ പാടില്ല എന്നിങ്ങനെ മനസ്സിലായപ്പോ ദുഃഖവ്യാകുലതക്ഷണ സൗമിത്രി, ദുഃഖം കൊണ്ട് കണ്ണുകലങ്ങിയ ആ ലക്ഷ്മണൻ രാമനെ വണങ്ങി തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. അവിടെ നിന്ന് സരയൂതീരമഗാത്, സരയൂതീരത്തിലേക്ക് എത്തി. അവിടെ ചെന്നു ആചമിച്ചു, അഞ്ജലികളെ ബന്ധിച്ചു. കുപ്പുകൈകളുമായി അദ്ദേഹം തൻ്റെ നവദ്വാരങ്ങളെയും നിരോധിച്ച് ശിരസിൽ പ്രാണവായുവിനെ അടക്കി അനശ്വരമായ വാസുദേവ നാമകമായ പരബ്രഹ്മ പദം എന്ന ഖ്യാതി കേട്ട ആ രാമധാമത്തിലേക്ക്, ആ പരമധാമത്തിലേക്ക് അദ്ദേഹം മനസ്സിനെ അങ്ങനെ ചേർത്തു വെച്ചു. പ്രാണനെ നിരോധിച്ച ലക്ഷ്മണന്റെ ആ ദിവ്യ പൂമേനിയിൽ ആകാശത്ത് നിന്നതാ ദേവന്മാര് പൂക്കൾ ഇങ്ങനെ വിതറി വാഴ്ത്തി സ്തുതിച്ചു. ദേവന്മാർക്ക് പോലും ദർശിക്കാൻ പറ്റാത്ത ലക്ഷ്മണനെ ദേവരാജാവായ ഇന്ദ്രൻ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോയി എന്നാണ്. വിഷ്ണുവിന്റെ 4ാം അംശമാണ് ആ ലക്ഷ്മണദേവൻ അല്ലേ. വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, ആ 4ാമത്തെ അംശമാണ് സംഘർഷണൻ. ആ സംഘർഷണനാണ് ഇപ്പൊ ഈ ലക്ഷ്മണൻ. അവിടെ ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിലെത്തിയപ്പോ അദ്ദേഹം ആഹിത മഹാഹിരൂപകം, മഹാഹി വലിയ മഹാസർപ്പത്തിന്റെ രൂപത്തിലേക്ക് മാറി. അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി സിദ്ധലോകത്തിലെ യോഗികൾ പോലും ബ്രഹ്മാവിനോടൊപ്പം അവിടേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. അപ്പൊ രാമൻ തൻ്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോ ആ യോഗനിദ്രയിലേക്ക് മയങ്ങാൻ തൽപ്പമായിട്ട് മാറേണ്ടവനാണ് താൻ എന്ന സങ്കല്പം ലക്ഷ്മണന്. നമ്മുടെ മനുഷ്യ ചക്ഷുസ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തിൽ ലക്ഷ്മണനെ ഉപേക്ഷിച്ചത് ശരിയാണോ, രാമൻ ചെയ്തത് ശരിയാണോ, അങ്ങനെ പലതും നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പമാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ പിന്നെ അവിടെ ചോദ്യമില്ല. അവിടെ ദുർവാസസ് വന്നതും യമധർമ്മ മഹാരാജാവ് വന്നതും ബ്രഹ്മാവ് യമധർമ്മനെ പറഞ്ഞയച്ചതും ലക്ഷ്മണൻ രാമന്റെ അടുത്തേക്ക് ചെന്നതും ഇങ്ങനെ ഒരു പ്രതിജ്ഞ രാമൻ സ്വീകരിച്ചതും ഒക്കെ എല്ലാം എന്താണ്? സർവം ഭവൽ പ്രേരണയൈവ ഭൂമൻ, എല്ലാം ഭഗവാന്റെ സങ്കല്പമാണ്, മറ്റൊന്നല്ല. അങ്ങനെയുള്ള ആ സങ്കല്പത്തിനു മുമ്പിൽ, ആ മഹാസങ്കല്പത്തിനു മുമ്പിൽ ശിരസ്സു കുനിക്കുക മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ജീവിതയാത്രയിലും ഇങ്ങനെ പല 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 സന്ദർഭങ്ങൾ ഉണ്ടാവും. ഭഗവാൻ എന്താണോ വിചാരിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. എന്ത് ഭഗവാൻ വിചാരിക്കുന്നതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊപ്പം നീങ്ങാറാവുക, സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാറാവുക, പുരസ്കാരയും തിരസ്കാരത്തെയും ഒരേപോലെ കാണാറാവുക. ആ ഒരു തലത്തിലേക്ക് എത്താൻ സാധിച്ചാൽ അത് തന്നെയാണ് പരമമായ ഭക്തി, പരമമായ ഭക്തൻ. അങ്ങനെയുള്ള ആളാണ് ലക്ഷ്മണൻ. പരമമായ ഭക്തനാണ്. ആ പരമഭക്തനായിരിക്കുന്ന ലക്ഷ്മണൻ പരമധാമത്തിലേക്ക് പോയി പരമപുരുഷനായിരിക്കുന്ന ഭഗവാനെയും പ്രതീക്ഷിച്ച് അവിടെ കാത്തിരിക്കുന്നു. താനാകുന്ന തൽപ്പമൊരുക്കി താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാനെ, ആ താരകബ്രഹ്മമായിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിയെ കാത്തിരിക്കുകയാണ് ലക്ഷ്മണൻ. അല്ലെങ്കിൽ ആ അനന്തൻ സംഘർഷണമൂർത്തി, അനന്തമൂർത്തിയെ കാത്തിരിക്കുന്ന അനന്തമൂർത്തിയുടെ അപദാനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ രാമായണ മകരന്ദ പ്രഭാഷണ സബര്യ നമുക്കിന്നിവിടെ സമർപ്പിക്കാം. നാളെ ഈ സബര്യയുടെ സമർപ്പണ ദിവസമാണ്, രാമായണ മാസം സമർപ്പിക്കുന്ന ദിവസമാണ്. അപ്പോൾ ആ സമർപ്പണത്തിലേക്ക് എല്ലാവരും ഭക്തിപൂർവം ശ്രദ്ധാപൂർവം, ആധുനികതയുടെ ഒരു പുതു രീതിയിലാണ് നമ്മൾ ഈ രാമായണം കഴിഞ്ഞ 32 ദിവസമായിട്ട് ഇന്നേക്ക് 31ാമത്തെ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 32 ദിവസം നീളുന്ന ഈ യജ്ഞം നാളെ നമ്മൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന് ഭഗവാൻ അനുവാദവും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പാദങ്ങളിൽ, രാമപാദങ്ങളിൽ, ലക്ഷ്മണപാദങ്ങളിൽ
രാമായണ കർത്താവിൻ്റെ പാദങ്ങളിൽ, ഗുരുപരമ്പരകളുടെ മാതാപിതാക്കളുടെ പാദങ്ങളിൽ വാക്കുകളെ ചേർത്ത് വയ്ക്കണു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭക്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാനകീകാന്തസ്മരണം. ജയ് ജയ് രാമ രാമ. മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. സംഗമമൂർത്തേ സങ്കടനാശന ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദന കൗസല്യാത്മജ ശരണം മേ തവ ചരണയുഗം. സീതാനായക ജാനകി വല്ലഭ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ സീതാവല്ലഭ ശരണം മേ തവ ചരണയുഗം. സീതാരാമ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.